സംസ്ഥാനത്തെ ഗവൺമെൻറ് കോളേജിലെ പ്രിൻസിപ്പൽമാരെ കൂട്ടത്തോടെ സ്ഥലം മാറ്റി ഉന്നത വിദ്യാഭ്യാസ വകുപ്പ്. പ്രിൻസിപ്പൽമാരെ സ്ഥലം മാറ്റിയത് UGC ചട്ടത്തിന് വിരുദ്ധമായാണ്. 27 പ്രിൻസിപ്പൽമാരെയാണ് സ്ഥലം മാറ്റിയത്. UDF സർക്കാർ ഇത്തരത്തിൽ വഴിവിട്ട നീക്കം നടത്തുന്നു. ഇതിൻ്റെ കൂടുതൽ സമഗ്ര വിവരങ്ങളുമായി ഷീജ ഞങ്ങളുടെ പ്രതിനിധി കൂടി ചേരുകയാണ്. ഷീജ, ഈ ഉന്നത വിദ്യാഭ്യാസ രംഗത്തെ ക്വാളിറ്റി നിലനിർത്താൻ വേണ്ടി UGCയുടെ ചില നിർദ്ദേശങ്ങളാണിത്. മാത്രമല്ല, പ്രിൻസിപ്പൽമാരാകട്ടെ വലിയ സീനിയോറിറ്റി ഉള്ളവരാണ്. അതുകൊണ്ട് അവരുടെ സ്വന്തം ജില്ലകളിൽ അല്ലെങ്കിൽ അവരുടെ വീടിന് സമീപത്തൊക്കെ നൽകണം. കാരണം ആ വിദ്യാഭ്യാസത്തിൻ്റെ ക്വാളിറ്റി പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അത്രയ്ക്ക് ശ്രദ്ധയോടുകൂടി ചെയ്യേണ്ട ഒന്നാണ്. അവിടെയാണ് ഈ രാഷ്ട്രീയം കളിച്ച് പ്രിൻസിപ്പൽമാരെ ഇങ്ങനെ ദൂരസ്ഥലങ്ങളിലേക്ക് തട്ടിമാറ്റുന്നത്. ഇത്രയേറെ സർവീസ് ഉള്ളവരെ ക്രൂരമായ നടപടിയാണ് UDF സർക്കാരിൻ്റെ ഭാഗത്തുനിന്നുണ്ടാകുന്നത്. തീർച്ചയായും അജിംഷാദ്, ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ ഇതിനകം തന്നെ ഒരു താളം തെറ്റിയ അവസ്ഥയാണ്. അതിന് കൂടുതൽ ആക്കം കൂട്ടുന്നു ഈ ഒരു നടപടി എന്നുള്ളത് തന്നെയാണ് എടുത്തു പറയേണ്ടത്. പ്രത്യേകിച്ചും 27 പ്രിൻസിപ്പൽമാരെയാണ് ഇപ്പോൾ ഈ രീതിയിൽ ഒറ്റ ഉത്തരവ് കൊണ്ട് ഇപ്പോൾ സ്ഥലം മാറ്റിയിരിക്കുന്നത്. അതിനെ ഒരു കേവലം സ്ഥലം മാറ്റം എന്ന രീതിയിൽ ചിത്രീകരിക്കാൻ സാധിക്കുകയില്ല. അതിന് കാരണമെന്ന് പറയുന്നത് UGCയുടെ മാനദണ്ഡങ്ങൾ പൂർണ്ണമായും ലംഘിച്ചുകൊണ്ടുള്ള സ്ഥലം മാറ്റ ഉത്തരവാണ് ഇപ്പോൾ ഇറങ്ങിയിരിക്കുന്നത്. കൃത്യമായ രീതിയിൽ തന്നെ അതൊരു പ്രതികാര നടപടി എന്ന രീതിയിൽ തന്നെയാണ് അതിനെ വിലയിരുത്തുക എന്നുള്ളതിൽ ഒരു തരത്തിലുള്ള തർക്കവുമില്ല. കാരണം ആ രീതിയിൽ എല്ലാ മാനദണ്ഡങ്ങളും ഈ പ്രിൻസിപ്പൽമാരായി നിയമിക്കുന്നവർക്ക് കൃത്യമായ രീതിയിൽ അത് അക്കാദമിക് ക്വാളിറ്റി ഉറപ്പാക്കുക എന്നതിനൊപ്പം തന്നെ എല്ലാ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും കൃത്യമായ രീതിയിലുള്ള പ്രിൻസിപ്പൽമാരെ ലഭിക്കുന്നതിന് വേണ്ടിയും ഉള്ള മാനദണ്ഡങ്ങൾ അത് കൃത്യമായ രീതിയിൽ പാലിച്ചായിരുന്നു കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്ത് വരെ ഈ ഒരു നിയമനം നടത്തിപ്പോകുന്നത്. പക്ഷേ അത് പൂർണ്ണമായും അട്ടിമറിക്കുന്നു. UGCയുടെ മാനദണ്ഡം പോലും തങ്ങൾക്ക് ബാധകമല്ല എന്ന രീതിയിലുള്ള നടപടിയാണ് ഇപ്പോൾ UDF സർക്കാർ സ്വീകരിക്കുന്നത്. അതും ഭരണാനുകൂല സംഘടനയുടെ അവർക്ക് കീഴിൽ വരുന്ന അധ്യാപകർക്ക് കൃത്യമായ രീതിയിൽ പോസ്റ്റിംഗ് ഉറപ്പാക്കാൻ വേണ്ടിയുള്ളൊരു നടപടി. ആ രീതിയിൽ തന്നെയാണ് ഇതിനെ വ്യാഖ്യാനിക്കേണ്ടത്. അത് ആ രീതിയിൽ തന്നെയാണ് നടന്നിരിക്കുന്നതും. കാരണം ദൂരസ്ഥലങ്ങളിലേക്കാണ് ഈ ട്രാൻസ്ഫറുകൾ നൽകിയിരിക്കുന്നത്. പ്രത്യേകിച്ചും 15 വർഷത്തിലധികം എക്സ്പീരിയൻസ് ഉള്ളവർ എന്ന് പറയുമ്പോൾ തന്നെ ഇനി അധികം നാൾ അവർക്ക് പലർക്കും സർവീസ് ഇല്ലാത്തൊരു സാഹചര്യം കൂടിയുണ്ട്. അപ്പോൾ ആ ഒരു ഘട്ടത്തിൽ കൂടിയാണ് ഇങ്ങനെ ഈ രീതിയിലൊരു പ്രതികാര നടപടി ഇപ്പോൾ UDF സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത്. സ്വാഭാവികമായും അധ്യാപക സംഘടനകളുടെ ഭാഗത്തു നിന്നടക്കം വലിയ വിയോജിപ്പും പ്രതിഷേധവും ഒക്കെ ഇതിനകം ഉയർന്നു കഴിഞ്ഞിട്ടുണ്ട്. നമുക്കറിയാം, പൊതുവിദ്യാഭ്യാസ മേഖലയിലും പല സ്കൂളുകളിലും പ്രിൻസിപ്പൽമാരും പ്രധാന അധ്യാപകരും ഒന്നും ഇല്ലാത്തൊരു സാഹചര്യം നിലനിൽക്കുന്നുണ്ട്. അതിന് പുറമെ തന്നെയാണ് ഇപ്പോൾ ഈ ഉന്നത വിദ്യാഭ്യാസ മേഖലയും ആകെ താറുമാറാക്കുന്ന നടപടികളിലേക്ക് UDF സർക്കാർ കടന്നിരിക്കുന്നത് എന്നുള്ള കാര്യം തന്നെയാണ് എടുത്തു പറയേണ്ടത്. അതാണ് ഈ ട്രാൻസ്ഫറുകൾക്കൊക്കെ ഒരു പണിഷ്മെൻറ്റിൻ്റെ സ്വഭാവമാണുള്ളത്. പ്രിൻസിപ്പൽമാരെ, അതായത് സ്വന്തം ഇതിനകത്ത് ഒന്നാമത് രാഷ്ട്രീയം കളിക്കാൻ പാടില്ല. അത് UGCയുടെ തന്നെ ഈ ഇത്തരം നിയമനങ്ങളുമായി ബന്ധപ്പെട്ട് ട്രാൻസ്ഫറുകളിൽ ഒന്നും രാഷ്ട്രീയ ഇടപെടൽ പാടില്ല എന്ന കർശനമായ നിർദ്ദേശമുണ്ട്. കാരണം ഉന്നത വിദ്യാഭ്യാസ മേഖലയെ പ്രത്യേകിച്ചും ആ രീതിയിൽ സംരക്ഷിക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ്. അതുകൊണ്ടാണ് ഇപ്പോൾ ഈ കേന്ദ്ര യൂണിവേഴ്സിറ്റികളിൽ രാഷ്ട്രപതി, അതായത് നേരിട്ടുള്ള ഒരു പൊളിറ്റിക്കൽ നിയമനമല്ല എന്ന സാങ്കേതികത്വം വെച്ചിട്ടാണ് ഗവർണർമാർ യൂണിവേഴ്സിറ്റികളിലൊക്കെ ഇത്തരത്തിൽ നിയമനങ്ങൾ നടത്താൻ ശ്രമിക്കുന്നതെന്നൊക്കെയാണ്. പക്ഷേ അതിനകത്തൊക്കെ സംഘപരിവാർ അവരുടേതായ നഞ്ച് കലക്കുന്നുണ്ട്. പക്ഷേ എങ്കിൽ പോലും അങ്ങനെ ഒരു സിസ്റ്റം രൂപപ്പെട്ടത് അങ്ങനെയാണ്. അവിടെയാണ് UGCയുടെ ചട്ടങ്ങൾ ലംഘിച്ചുകൊണ്ട് ഇത്തരത്തിൽ പണിഷ്മെൻറ്റ് സ്വഭാവത്തിൽ പ്രിൻസിപ്പൽമാരെ ദൂരസ്ഥലങ്ങളിലേക്ക് മാറ്റുന്നത്. ഇത്രയേറെ പ്രായമുള്ളവരെ, ഇത്രയേറെ എക്സ്പീരിയൻസ് ഉള്ളവരെ. അപ്പോൾ ഇത് ദ്രോഹിക്കുകയാണ്. മാത്രമല്ല, ഇതിൽ UDF അനുകൂല അല്ലെങ്കിൽ ഭരണാനുകൂല സംഘടനാംഗങ്ങൾക്ക് വേണ്ടിയാണ് ഈ നീക്കം എന്നുള്ളതാണ് ഇതിലെ രാഷ്ട്രീയ പ്രേരിത സ്വഭാവം, അല്ലേ ഷീജ? തീർച്ചയായും അജിംഷാദ്, അതിലൊരു തരത്തിലുള്ള തർക്കവുമില്ല. കാരണം ആർട്സ് ആൻഡ് സയൻസ് കോളേജുകളിലെ 27 പ്രിൻസിപ്പൽമാരെയാണ് ഒറ്റയടിക്ക് ഒറ്റ ഉത്തരവ് കൊണ്ട് മാറ്റിയിരിക്കുന്നത്. ഇതിൽ ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ അത്തരത്തിലൊരു നടപടി ഉണ്ടാകണമെങ്കിൽ അതിൻ്റേതായിട്ടുള്ള പരിശോധനകൾ നടത്തേണ്ടതുണ്ട്. അതോടൊപ്പം തന്നെ ഈ കൂട്ടത്തോടെ ട്രാൻസ്ഫർ ചെയ്യുന്നൊരു നടപടി അത് സാധാരണഗതിയിൽ ഈ ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ ഇല്ലാത്തൊരു കാര്യമാണ്. കാരണം ആ രീതിയിൽ ഓരോ കോളേജിലേക്കും പ്രിൻസിപ്പൽമാരെ നിയമിക്കുമ്പോൾ അതിൻ്റേതായിട്ടുള്ള മാനദണ്ഡങ്ങൾ പരിശോധിച്ചും ഏറ്റവും അർഹരായവർക്ക് മാത്രമാണ് ആ രീതിയിലുള്ള നിയമനങ്ങൾ നൽകുന്നത്. ആ രീതിയിലാണ് മാനദണ്ഡങ്ങളുള്ളത്. അതുകൊണ്ട് ആ മാനദണ്ഡങ്ങൾ വെച്ചിരിക്കുന്നത് തന്നെ ഏറ്റവും അക്കാഡമിക് നിലവാരമുള്ള അധ്യാപകരെ ആ രീതിയിൽ ആ പോസ്റ്റിലേക്ക് കൊണ്ടുവരിക എന്നുള്ളത് ലക്ഷ്യമാക്കിയാണ്. പക്ഷേ ഇവിടെ ഇപ്പോൾ ക്വാളിറ്റി ഓഫ് എഡ്യൂക്കേഷൻ അത് പോകുന്നു എന്നുള്ളത് തന്നെയാണ് ഇതിൽ നിന്നും വ്യക്തമാകുന്നത്. കാരണം ഈ രീതിയിൽ വലിയ എക്സ്പീരിയൻസ് ഉള്ള പ്രവൃത്തി പരിചയമുള്ളവരെ ആ ദൂരസ്ഥലങ്ങളിലേക്ക് പ്രതികാര നടപടി എന്ന രീതിയിൽ മാറ്റുമ്പോൾ ഭരണാനുകൂല സംഘടനയ്ക്ക് ഇഷ്ടപ്പെട്ടവരെ ഈ തസ്തികകളിലേക്ക്
ഒക്കെ നിയമിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു നടപടി, അതിലേക്ക് കൂടിയാണ് ഇപ്പോൾ കടന്നിരിക്കുന്നത്. അപ്പോൾ ഉയരുന്ന വിമർശനവും ഇത് തന്നെയാണ്. ഈ പ്രതികാര നടപടി ഒരു ഭാഗത്ത്, അതോടൊപ്പം തന്നെ അക്കാദമിക് നിലവാരത്തിന്റെ തകർച്ചയും ഇതിന്റെ ഭാഗമായി സ്വാഭാവികമായും ഈ ഓരോ കോളേജുകളിലും ഉണ്ടാകും എന്നുള്ളത് തന്നെയാണ് എടുത്തു പറയേണ്ടത്. അത് തന്നെയാണ് ഉയരുന്ന ഏറ്റവും വലിയ വിമർശനവും. അജിംഷാദ്. തീർച്ചയായും ഉന്നത വിദ്യാഭ്യാസ മേഖലയെ UGC ചട്ടങ്ങൾ മറികടന്ന് ഉന്നത വിദ്യാഭ്യാസ മേഖലയുടെ ക്വാളിറ്റി ശോഷിക്കുന്ന തരത്തിൽ പ്രിൻസിപ്പൽമാരെ സ്ഥലം മാറ്റുന്നു, അതും ദൂര സ്ഥലങ്ങളിലേക്ക് മാറ്റുകയാണ്. ചട്ടലംഘനമാണ് നടത്തുന്നത്. UGCയുടെ നിബന്ധനകൾക്ക് വിരുദ്ധമായാണ് നടത്തുന്നത്. ഇതൊക്കെ ഒരു രാഷ്ട്രീയ ഇടപെടലിൻ്റെ താല്പര്യം കൂടി അതിലുണ്ട്. കാരണം UDF അനുകൂല അല്ലെങ്കിൽ ഭരണാനുകൂല സംഘടനകളുടെ അംഗങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഇത്തരത്തിൽ സ്ഥലം മാറ്റം എന്നുള്ളതാണ് ഇതിൽ ക്രൂരമായ യാഥാർത്ഥ്യം. ഹിജയാണ് സമഗ്രമായ വിവരങ്ങൾ നൽകിയത്.